ഫവാസെ, ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണ്, കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇതിന്റെ സ്ഥാപകനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് വരുന്ന ഈ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്താണത്? ഞങ്ങള് തെക്കൻ മലബാറിൽ ഇതിന് കൂറാന്ന് പറയും. നിങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു പാറ്റാന്ന് പറയുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂറ പാർട്ടി നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം അതിന്റെ പേര് അങ്ങനെയാണ്. തെക്കൻ മലബാറുകാർ അങ്ങനെ അതിന് പറയാറുള്ളത്, കൂറാന്ന് പറയാറുള്ളത്. അപ്പൊ എന്നിരുന്നാൽ പോലും ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്. കാരണം നമ്മളതിന്റെ എംബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മെയിൻ എടുത്തു പറയുന്നത് BJP മാത്രം. നമ്മൾ പറയാറില്ല, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. സെയിം സാധനം തന്നെയാണ് നടക്കുന്നത്. BJP മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണിത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഐഡിയോളജിയിൽ അവർ പറയുന്നുണ്ട്, ഒന്ന് ഒരിക്കലും ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രാജ്യസഭ അംഗമാവാൻ പാടില്ല. അവർ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആരാണ് അങ്ങനെ പോയിട്ടുള്ളത് എന്നുള്ളത്. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അയാളാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മോദിക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നു. മീൻസ് പല പല വലിയ വിവാദപരമായ കേസുകൾ ഉത്തരവ് പറയുന്നത് അയാളാണ്. അതിനുശേഷം ഒരു മാസത്തിനകം റിട്ടയർ ചെയ്ത് ഒരു മാസത്തിനകം അയാൾ പോകുന്നത് ഈ പറഞ്ഞ പോലെ BJPയുടെ രാജ്യസഭ അംഗമായിട്ടാണ്. ഒന്നാമത്തെ വിട്ടു കൊടുക്കുന്നത് അവിടെയാണ്. ഒരു ചീഫ് ജസ്റ്റിസും ഈ പറഞ്ഞ പോലെ പോകാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു MLAയും പാർട്ടി മാറാൻ പാടില്ല. അങ്ങനെ പാർട്ടി മാറിക്കഴിഞ്ഞാൽ 20 വർഷത്തിന് അവർക്ക് പിന്നെ ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പഞ്ചാബിൽ അവർ ചെയ്തത്, മഹാരാഷ്ട്രയിൽ അവർ ചെയ്തത്, ശിവസേനയെ പിളർത്തി കൊണ്ടുപോയത്, അതേപോലെ ഹരിയാനയിൽ ചെയ്തത്, അതേപോലെ രാജസ്ഥാനിൽ ചെയ്തത്. പല സൗത്ത് ഇന്ത്യയിലോട്ട് മാത്രമേ ഒരു സാധനം ഇല്ലാണ്ട് ചെയ്യാത്തുള്ളൂ. സൗത്ത് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്, കർണാടകയിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം BJPയുടെ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് MLAമാരെ വാങ്ങും. രാജസ്ഥാനിലൊക്കെ അത് നന്നായിട്ട് അശോക് ഗെഹ്ലോട്ടിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടാണ്, സച്ചിൻ പൈലറ്റിന്റെ കാര്യത്തിലൊക്കെ. അപ്പം ഇതും അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20 വർഷത്തിനോട് പിന്നെ അയാൾ മത്സരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവർ ജോയിൻ ചെയ്യാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ലേസിനെസ്, മടിയന്മാരായിരിക്കണം വല്ലാണ്ട്. അപ്പോൾ മുൻ ഒരു സുപ്രീം കോടതിയിലെ ഒരു വക്കീൽ പറയുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും ഇതിൽ പോയി മെമ്പർഷിപ്പ് എടുത്താനേ എന്നുള്ളത്. മഹുവ മൊയ്ത്ര അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് നിലവിൽ. അപ്പം ഇത്തരത്തിൽ എല്ലാം കൊണ്ടും BJPക്ക് എതിരെ ഐഡിയോളജി വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ് ഇത്. ഒരു സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ പരാമർശത്തിന് പിന്നാലെയാണ് ഈ പാർട്ടി രൂപീകരിച്ചതെന്ന് പറയുന്നു. അതായത് മടിയന്മാരാണ് യുവാക്കളെല്ലാം, കൂറകളാണ്, പാറ്റകളെ പോലെ കൂറകളായിട്ടുള്ള മടിയന്മാരായിട്ടുള്ള യുവതിക്കെതിരെ നടത്തിയ സുപ്രീം കോടതിയുടെ ഒരു ബാലിശമായ പരാമർശത്തിൽ നിന്നാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കാണത്. ജനതയെ, ഒരു യൂത്തിനെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതിന് നല്ല വൃത്തിക്ക് തന്നെ പകരം കൊടുത്തോണ്ട് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ, കോക്രോച്ച് ജനതാ പാർട്ടി. ഈ CJP നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് കോൺഗ്രസ് BJP ചേർന്നാലും, അല്ലെ CPM BJP ചേർന്നാലും CJP, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനുള്ള ഒരു വേർഡായിട്ടാണ് CJP ഇതുവരെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു CJP എന്ന് പറയുന്ന പാർട്ടി വരുമ്പോൾ അതിന് ഈ 2-3 ദിവസം കൊണ്ട് തന്നെ BJPയെ കടത്തി വിട്ടുന്ന ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എക്സിൽ ഇപ്പൊ അവരെ ബ്ലോക്ക് ചെയ്തു എന്ന് അതിന്റെ സ്ഥാപകൻ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ചിത്രം പോലും വളരെ രസകരമാണ്. താമര തിന്നുന്ന പാറ്റയാണ്. അപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ കൃത്യമായിട്ടും അവരുടെ ഐഡിയോളജി എന്താണ്, അല്ലെങ്കിൽ അവരാരെയാണ് ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ്, BJPയെ തന്നെയാണ് എന്നുള്ളത് വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിലാണ് ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള നീക്കം എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ വൈറലാവാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതിന്റെ കുറെ ഇതാണെന്ന് തോന്നുന്നു. ഇതിന്റെ ചേരാനുള്ള യോഗ്യതകൾ, മടിയനായിരിക്കണം. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വോട്ട് പോയി കഴിഞ്ഞാൽ അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമാവും, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടും. അപ്പൊ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ പോലെ SIR-ലൂടെ എത്രങ്ങാനും ആൾക്കാർ, 1 കോടിയോളം ആൾക്കാരെ വോട്ട് വെസ്റ്റ് ബംഗാൾ വെട്ടിക്കളയുന്നു. പലതരത്തിൽ പല സംസ്ഥാനങ്ങളിൽ, അസമിൽ നടക്കുന്നു, ബീഹാറിൽ നടക്കുന്നു, പല സ്ഥലത്തും നടക്കുന്നു ഈ സാധനങ്ങൾ. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ലാസ്റ്റത്തെ 2 പേര് നോക്കി തന്നെ മനസ്സിലാവും. C ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 പേര് ജനതാ പാർട്ടി. അപ്പുറത്ത് ആരെ ഉദ്ദേശിക്കുന്നുള്ള ആ സീന്റെ അവിടെ B ഇട്ടുകൊടുത്താൽ മനസ്സിലാവും ഭാരതീയ ജനതാ പാർട്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജനതാ പാർട്ടി. അതെ, ആ Bക്ക് പകരം അവിടെ C. ശരിക്കും ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനൊപ്പം തന്നെ അവര് മീമും അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചും കൂടി ജനശ്രദ്ധ, അല്ലെങ്കിൽ യൂത്തിനെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇറക്കുന്നുണ്ട്. ഇത് ആരാണ് ഈ സാധനം കൊണ്ടുവന്നതെന്ന് നോക്കണം. ഇദ്ദേഹം മുൻ ആം ആദ്മിയുടെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് മൊത്തം ഇദ്ദേഹം എന്ന് പറയാം. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ തരംഗത്തിലൂടെ കയറി വന്നൊരു പാർട്ടിയാണ്
ആം ആദ്മി പാർട്ടിയും അതേപോലെ തമിഴ്നാട്ടിലെ TVK പാർട്ടിയൊക്കെ. ഇത്തരത്തില് കേന്ദ്ര തലത്തില് ആം ആദ്മിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. ആം ആദ്മി ഡൽഹിയിൽ പിടിച്ചെടുത്തതും പിന്നീട് ഈ പറഞ്ഞ പോലെ ഹരിയാനയിൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയതും അപ്പുറത്ത് പഞ്ചാബിൽ പിടിച്ചെടുത്തതും. നമുക്കറിയാം നിലവിൽ പഞ്ചാബിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അത് മാത്രമല്ല UP-യിലാണെങ്കിലും അവർക്ക് വോട്ട് ഷെയർ ഉണ്ട്, മധ്യപ്രദേശിൽ അവർക്കുണ്ട്, ഗുജറാത്തിൽ അവർക്ക് 15% വോട്ട് ഷെയർ ഉണ്ട്. അപ്പം അത്തരത്തിൽ വെറും സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിലൂടെ കയറി വന്നൊരു പാർട്ടിയായിരുന്നു ആം ആദ്മി. അതിന്റെ തലപ്പത്ത് സോഷ്യൽ മീഡിയയുടെ ക്യാമ്പയിനിങ് ചെയ്ത ആളായിരുന്നു ഈ പറയപ്പെട്ട ആള്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായാലും പകർന്ന് പന്തലിച്ച് വലിയൊരു വടവൃക്ഷം ആവുന്നുള്ളൊരു സംശയമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കി എടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അല്ല, ഇപ്പൊ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലും ഇദ്ദേഹം പറയുന്നത് ആസ് എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ്. അവര് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ, അതുപോലെ ചോദ്യപേപ്പർ ചോർച്ച, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ മുന്നോട്ട് പറയുന്നുണ്ട്. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരൊറ്റ വേർഡിൽ തന്നെയുണ്ട്. ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു 1 വർഷം 15 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നുള്ളത്. ഇതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അവരുടെ എംബ്ലം ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ താമര തിന്നാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നതാണ് കോക്രോച്ച് പാർട്ടി. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ആക്ഷേപഹാസ്യം, ഒരു സെറ്റയർ മോഡലിലേക്ക് നമ്മൾ ഈ സംഭവത്തിനെ കാണുന്നത്. പക്ഷെ ഇവർ മുന്നോട്ട് വെക്കുന്നത് ആം ആദ്മി പോലെ ആദ്യം ഇതായി വന്നിട്ട് പിന്നീട് കൊഴിഞ്ഞു എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ഇപ്പൊ TVKയുടെ ഒരു ഉദയം പോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി ഏത് രീതിയിലേക്ക് വളർന്നു വരുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഒരു സാധ്യതയുള്ളത് ഇപ്പൊ BJPയെ മറികടന്നപ്പോൾ തന്നെ എക്സിൽ ഇവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ അക്കൗണ്ട് തന്നെ പൊട്ടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പല ചതികളും ഇവർ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇവർ ബ്ലോക്ക് ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നു, TVK പിന്നെ CM ആയിട്ടുള്ള വിജയ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നു, അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നു, വലിയ തരംഗാവുന്നു. അതേ സമയത്ത് ഹിമന്ത ബിശ്വ ശർമ്മയായിട്ട് മോദി ഒരു ഫോട്ടോ ഇടുന്നു. ഇത് രണ്ടും ആൾക്കാർ കമ്പയർ ചെയ്തായിരുന്നു. ഇത് മില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ സാധനം കണ്ടുപോകുന്നത്. പക്ഷെ മോദിയുടെ അത്ര കണ്ടില്ല. അതുകൊണ്ട് ഇവർ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ രാഹുൽ ഗാന്ധി സാധനം പിന്നീട് അവർ റീപോസ്റ്റ് ചെയ്തു. മീൻസ് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് മുകളിൽ എന്തെങ്കിലും സാധനം വളർച്ച കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം വെട്ടും എന്നുള്ളത് BJPയുടെ തനി സ്വഭാവമാണ്. സെയിം സാധനം തന്നെ എവിടെയും കാണിച്ചുള്ളൂ. ട്വിറ്ററിൽ അവരെക്കാൾ ഫോളോവേഴ്സ് ഇവർക്ക് കൂടി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ അക്കൗണ്ട് കളയും. അദ്ദേഹം ചെയ്ത് ഈ പറഞ്ഞ പോലെ ബാക്ക് CJP കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്നു. അതിനെ അവർ UPID മാറ്റിയങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ മറ്റ് സ്ഥലത്ത് നിന്ന് മറ്റു രാജ്യങ്ങളുടെ പിന്നെ കോഡ് വെച്ചിട്ടാണ് സാധനം ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും BJPക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ്. ഫവാസ് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏതൊരു പാർട്ടിക്കും അസ്തമയം ഉദയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ആം ആദ്മി ഇതുപോലെ വന്നപ്പോൾ 2013 ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞാണ്ട് അന്ന ഹസാരെ മൂവ്മെന്റിലൂടെ വരുന്നു. കറപ്ഷൻ ചെയ്യാത്ത പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാർട്ടിയെ മുമ്പോട്ട് വെക്കുന്നു. അപ്പം അത്തരത്തിൽ ഞാനും പ്രത്യക്ഷത്തിൽ കണ്ടപ്പം ചേരണം എന്നുള്ളൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു എനിക്കും ആം ആദ്മിയിൽ. അതേ ഐഡിയോളജി വെച്ച് വന്ന മറ്റൊരു പാർട്ടിയായിരുന്നു കേരളത്തിൽ 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി. അപ്പം ആം ആദ്മിയുടെ നമ്മളെ അവസ്ഥ പിന്നീട് കണ്ടതാണ്. കാരണം ഒരു ഐഡിയോളജി ഇല്ല ഈ പാർട്ടിക്ക്. ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ആ പാർട്ടി ഡൽഹിയിൽ ഇല്ലാണ്ടാകുന്നു. ഇല്ലാണ്ടാകുന്നു ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കിയതാണ് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. അവസാനം അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ഇടപെട്ടെങ്ങാണ്ട് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന നിരപരാധിയാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. എന്നിരുന്നാൽ പോലും ആ പാർട്ടി അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 2020 പാർട്ടിയുടെ അവസ്ഥ നമ്മൾ നിലവിൽ കണ്ടതാണ്. ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിയുടെ സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന TVKക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു മണ്ടത്തര ചെയ്തത്. കാരണം DMK പോലത്തെ ദ്രാവിഡ മുന്നേറ്റ രാഷ്ട്രീയം നിലകൊള്ളുന്ന ഒരു മണ്ണിൽ ഒരു പ്രത്യേക ഐഡിയോളജി ഇല്ലാത്ത സിനിമാ നടന്റെ ബേസ് അദ്ദേഹത്തിന് ശേഷം ഇനി ആ പാർട്ടി എങ്ങോട്ട് പോകുന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേക ഐഡിയോളജി ഇല്ലാത്ത സാധനം എന്തായാലും പെട്ടെന്ന് അസ്തമിക്കാനുള്ള സാധനമുണ്ട്. അപ്പം ഐഡിയോളജി ഉള്ളവരെ അസ്തമിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ ഐഡിയോളജി ഉള്ള പാർട്ടിയാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളും. പക്ഷെ അതേ പാർട്ടി ത്രിപുരയിൽ ഇല്ലാണ്ടായി, ബംഗാളിൽ ഇല്ലാണ്ടായി, അസമിൽ ഇല്ലാണ്ടായി, കർണാടകയുടെ പല ഭാഗത്തുമായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് അവരില്ലാണ്ടായി, ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ ഇല്ലാണ്ടായി. അപ്പം ഐഡിയോളജി അതും ഒരു ബാധകമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിലവിൽ ചേർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർന്നിട്ടില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു യൂത്ത് മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് എന്തായാലും മനസ്സുകൊണ്ട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എന്തായാലും രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള കാര്യങ്ങളൊക്കെ ചുമത്തിക്കൊണ്ടൊരു പരാതിയും കാര്യങ്ങളും ഒക്കെ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. സ്വാഭാവികമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നും BJPക്ക് എതിരാണ് നിൽക്കുന്നത്, ആ ഒരു ഐഡിയോളജി വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ ആരൊക്കെ ചേരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസപ്രകാരം അല്ലാത്ത മറ്റേതെങ്കിലും മതവിഭാഗക്കാരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തി ഇട്ട് നിന്നുകൊണ്ട് ഏതായാലും അകത്ത് തള്ളും.
അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതും പുതിയ തരത്തിലുള്ള ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നുള്ളതും BJPക്ക് എത്ര തരത്തിൽ വലിയ തിരിച്ചടിയാകും എന്നുള്ളതും അവരുടെ എന്താ പറയുക യുവമോർച്ചക്കും മറ്റവരുടെ ABVPക്കും ഇതൊക്കെ ഏത് തരത്തിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കും എന്നുള്ളതും നീറ്റ് പോലത്തെ പരീക്ഷകളിൽ ഇവർ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എത്രത്തോളം BJPക്ക് വലിയ തിരിച്ചടിയാവും എന്നുള്ളതും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ ഇലക്ഷൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം പെട്ടെന്ന് അസ്തമിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സാധനം പൊന്തി വരുമ്പോൾ ഏതെങ്കിലും ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എഫക്ട് ചെയ്ത് കാണേണ്ടത്, അവിടെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യം മൊത്തത്തിൽ എഫക്ട് ആവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു ഇലക്ഷൻ വരാത്തതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് ഒരിക്കലും കാണാൻ പറ്റില്ല.